അളിയാ ചിന്തകൾക്ക് തീ പിടിപ്പിക്കാതെ 2 അടിച്ച് ആ തീ അങ്ങോട്ട് കെടുത്തളിഞ്ഞേക്ക്. ആ ഗുഡ് നൈറ്റ്. അളിയാ ആ ബ്രോക്കർ കുമാരനാടുന്ന് എന്തെല്ലോ ചിലക്കുന്നുണ്ട്. ഓൻ്റെ സ്ഥിരം വേട്ടമുറുകായിരുന്നല്ലോ നമ്മളെ ബ്രിഗേഷ്. ഇല്ലടാ ബ്രിഗേഷ് വേട്ടമുറുകല്ലേനോ? ഉറക്കൂല. ചെക്കൻ തമിഴ് പാട്ട് മാറ്റിയിട്ട് ഇപ്പൊ ഹിന്ദി പാട്ടാക്കിക്കാന്നല്ല. അതാക്കളെ ഇപ്പോഴത്തെ ട്രെൻഡ്. എന്താ നിങ്ങൾ ഉറങ്ങുന്നില്ലേ? അല്ല നിങ്ങള് ഗുളിക കുടിച്ചിനേനാ? മന്ദ ആ പാവത്തിന് 2 അർക്ക് കൊടുക്കടാ, തൊണ്ട നനച്ചോട്ടെ. റൂമും ഇല്ല, റൂം ബുക്ക് ചെയ്താലോ? അല്ല നിങ്ങൾ ഗുളിക കുടിച്ചിനാ? ദാ ഗുളിക കുടിക്കേ, ഗുളിക. എങ്ങനെയുണ്ട് ഇലക്കിളികളാ ഓല് കുറുകട്ടെ, ഇനി എല്ലറിയ നിൽക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ താലിയും മോതിരം വാങ്ങിക്കൊടുത്തില്ലെങ്കിലും ഈ അടിച്ച സ്ഥാനത്തിൻ്റെ പൈസയെങ്കിലും കൊടുക്കണം അല്ലയാ. മാങ്ങാണ്ടി മാങ്ങാണ്ടി. ഏട്ടാ കിടക്കണ്ടേ? കേടുത്തണ്ടോല്ലാം കരുതിയതടി നീ, എന്നെന്ത് കരുതാനാ? ഓരോ കാമേ എന്തോക്കോ കിടക്കാൻ മതി, കിടക്കാൻ മുറിയുണ്ട് ഇവിടെ. മുറിയും പോയില്ലേ? എന്താ അത്? ആ ആയിട്ടറിയാം. ഹലോ, ഇതെന്താ? അത് എന്താ ഇത്? നാട്ടിലെ ആചാരാണെന്ന്. നല്ലതല്ലേ ഇന്ന് രാവിലെ ഇങ്ങനെയൊക്കെ? ആചാരം കൊള്ളാം. ഇങ്ങനത്തെ ഒരു ഇടങ്ങാറാണ് നേരത്തെ പറയണേ. ചൊല്ല പറടാ. മനുഷ്യന്മാർ ഓർക്കാൻ പോകാനായിട്ട് എന്ന് മോളെ എന്നീ കേക്കുന്നേ? അത് ഓരോ നാട്ടിലെ പ്രാർത്ഥനയോലും നിങ്ങളും കേട്ടുക? എന്താല്ലേ? പോയിട്ട് കാണില്ലല്ലോ. ചേച്ചി വരണ്ടോ? എവിടെ? മാലെടുത്ത് കൊടുത്താ ഡീസൻ്റ് ആവും, ഡീസൻ്റ് ആവും. ഞാൻ പോവാണേ. നീ എന്താ രാവിലെ തന്നെ? നീ എന്താ ഫോൺ എടുക്കാണ്ടിരുന്നേ? മെസ്സേജും ചെയ്തില്ല. എടി അത് നല്ല തിരക്കായിരുന്നു. അതെ, ഞാൻ പൊട്ടത്തിയൊന്നും അല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ കളിയൊക്കെ. കുറച്ച് ദിവസമായി നീ ഇത് തുടങ്ങിയിട്ട്. എടോ, എനിക്കും ഇങ്ങനൊക്കെ ചെയ്യാനറിയാം, മനസ്സിലായാ? പിന്നെ നിന്നെ അമ്മ അന്വേഷിച്ചിരുന്നു. എന്തിന്? നീ ചെടിയോ മറ്റോ കൊടുക്കാന്ന് പറഞ്ഞായിരുന്നില്ലേ? അതൊന്ന് വെറുതെ നിന്നെ കാണാൻ വേണ്ടി പറഞ്ഞല്ലേ. അപ്പൊ എന്നെ കാണണ്ടേ? എടാ താൻ എന്തിനാ എഴുതാപ്പുറം വായിക്കണത്?
അല്ല, വെറുതെ പറയുന്ന സ്വഭാവം നിനക്കുണ്ടെന്ന് മനസ്സിലായി. വീട്ടിലെ സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ്. ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞു. എന്നിട്ടുമാണ് നിന്റെ ഈ കളി. ആ പാലക്കാട് നിന്ന് വന്നിട്ടുള്ള കല്യാണ ആലോചന അച്ഛനമ്മയ്ക്കൊക്കെ എന്ത് താല്പര്യമാണെന്ന് നിനക്കറിയോ? വീട്ടിലെഴുന്നേറ്റ് ഉടൻ തുടങ്ങും അതിനെ ചൊല്ലിയുള്ള ബഹളം. ഓസ്ട്രേലിയ, സ്വന്തം വീട്, അച്ഛന്റെ കാറ്, മണ്ണാങ്കട്ട എന്നിങ്ങനെ കുറെ കൂട്ടം കാര്യങ്ങൾ എല്ലാം കൂടെ വലിച്ചെറിഞ്ഞെനിക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ തോന്നുക. അതിനിടയ്ക്ക് നീയും കൂടി ഇങ്ങനെ കളിച്ചാ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നണില്ല. നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? എടോ, വീട്ടുകാരെല്ലാം പറയണത് നമ്മുടെ നന്മയ്ക്ക. അതാദ്യം കഴിക്കും, പിന്നെ മതിരിക്കും. അപ്പൊ അതുകൊണ്ട് വീട്ടുകാർ പറഞ്ഞ അന്തസ്സുള്ള ഓസ്ട്രേലിയക്കാരനെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കും. ഞാൻ പ്രാർത്ഥിക്കാം. എന്താണ്? അമ്മൂന്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ്. അതിലും കഷ്ടത്തിലാണ് എന്റെ കാര്യം. നിന്റെ ആരും എടുക്കട്ടെ, ആദ്യമേ അവളുടെ കാര്യം. എടാ, ഈ നാട്ടിൽ കല്യാണത്തിന് പെണ്ണിന്റെ സന്തോഷത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നേ അവരുടെ അന്തസ്സിനാ. അത് നമ്മൾ സംബന്ധിച്ച് കൊടുക്കരുതടാ. അവൾക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ ആ കല്യാണം നടത്തി കൊടുക്കണമെന്നേ അതല്ല വേണ്ടത്. എന്നാ ഞാൻ എന്റെ കാര്യം നിന്റെ കാര്യം വേണ്ടി പറയണ്ട. അടിയുടെ പെരുന്നാളായിരിക്കും. എനിക്ക് പേടിയാണ്. പക്ഷെ ഇതൊന്നും അന്തസ്സല്ല. അന്തസ്സുണി പൈസ ഉണ്ടാക്കണം. പൈസ വേണേൽ ബിസിനസ് ചെയ്യണം. നമുക്ക് അന്ന് ഉറ കാറ് വാഷ് ചെയ്തല്ലോ. എടാ, അതിന് പൈസ വേണ്ടേ? ദൈവരനെ എന്താണ് ഒരു വൈക്ലഭ്യം? ഒന്നുമില്ല, പോയാരെന്തേ? അത് ഡീലായി. 2:30 ഇതാ നിന്റെ 30. പിന്നെ നല്ലൊരു കോള് വന്നിട്ടുണ്ട്. ഒരു സായിപ്പുണ്ട് എറണാകുളത്ത്. പുള്ളിക്കാരൻ്റെ അപ്പനപ്പന്മാരായിട്ട് ഇവിടെയാണ്. പുള്ളിക്കാരൻ ലണ്ടനിൽ എന്തോ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അയാൾക്ക് നല്ല ഒരു ഓടുന്ന കണ്ടീഷനിലുള്ള വിൻറ്റേജ് കാർ വേണം. വിൻറ്റേജ് കാർ എന്ന് പറയുമ്പോൾ എത്ര പഴയ കാറാണോ അത്രയും പൈസ കൂടുതൽ കിട്ടും. പക്ഷെ ഓടുന്ന കണ്ടീഷൻ ആയിരിക്കണം. എടാ, അതിപ്പോൾ എവിടെ നിന്ന് കിട്ടുക? ഈ മോറിസ് മൈനർ, ബേബി ഹിന്ദുസ്ഥാൻ അങ്ങനത്തെ പഴയ സാധനങ്ങളില്ലേ. പക്ഷെ അത് എവിടെ നിന്ന് കിട്ടും? എടാ, ഈ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു. പക്ഷെ 8-10 ചോദിക്കുന്നത്. നമുക്കൊന്നും കിട്ടപ്പോൾ ഉണ്ടാവില്ല. അതിപ്പോ അവിടെ നിന്ന് കിട്ടാ? അടിച്ചു മാറ്റിയാലും കുഴപ്പമില്ല. സായിപ്പ് അത്ര ഡീസൻ്റ് ഒന്നുമല്ല. അടിച്ചു മാറ്റാനാ? ഈ എന്താണോ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ? അതല്ല. എത്ര കിട്ടും? ഒരു 50-50 എടുക്കാം. 3 നിൽക്കും 3 എനിക്കും. ഓക്കെ. ആടാ, കുറച്ച് കഴിഞ്ഞ് വർക്ക്ഷോപ്പിലോട്ട് പോവാ. കല്യാണം ഉറപ്പിച്ച എൻ്റെ പാർട്ടി ഉണ്ട്. പൈസ കിട്ടിയില്ലേ? തരണില്ലേ? ഇല്ല. വാങ്ങട്. ഹൈ ചിരിക്കണ ഗാന്ധി. ബോസ് പഞ്ചവർണ്ണൻ. സാധനമൊക്കെ സേഫായ സ്ഥലത്തുണ്ട്. അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? പൈസയുടെ കാര്യം. അതല്ല, എനിക്ക് 5 കോടി വേണം. അതിലുണ്ടാ പൈസ? 3 അല്ല 5 കോടി. ഇപ്പൊ ഒന്ന് കിട്ടിയില്ലേ? 3 1 4. ഇനി ഒന്നുകൂടി കിട്ടിയാ ശരിയാവില്ലേ? അടിയൊന്നും എനിക്ക് വലിയ പുത്തരിയൊന്നുമല്ല. 5 കോടി കിട്ടണം. കോൺഫാബുലേഷൻ കഴിഞ്ഞിട്ടൊന്ന് വിളിക്ക്. സദാശിവൻ വിളിക്കുന്ന പറഞ്ഞേക്കാം അവനോട്. പറയാം. സദാശിവൻ നിങ്ങളെ വിളിക്കും. സദാശിവനായാലും ശരി, പരമശിവനായാലും ശരി, എനിക്കെന്റെ 5 കോടി കിട്ടണം.